സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ എ ഹരികുമാറാണ്. സാർ നമസ്കാരം. നമസ്തേ സാർ, ഇക്കഴിഞ്ഞ ദിവസം വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി. നമ്മൾ നാളിതുവരെ കാണാത്ത രാഷ്ട്രീയ സമവാക്യങ്ങൾ, രാഷ്ട്രീയ നാടകങ്ങൾ മാറി മറിഞ്ഞ ഇതിന് ശേഷമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായി വരുന്നത്. സാർ, ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ചോദ്യം, വന്ദേ മാതരം ഇന്നലെ അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഏതാണ്ട് ആ ശ്ലോകം, വന്ദേ മാതരത്തിന്റെ ഫുൾ ശ്ലോകം, ആ ഫുൾ സോങ് അങ്ങ് പാടുകയായിരുന്നു. അത് പാടിയത് ഇടത് പാർട്ടികൾക്ക് വല്ലാത്ത ചൊറിച്ചിലുണ്ടായി. എന്നാൽ ഇപ്പൊ വിജയുടെ സർക്കാർ പറഞ്ഞത് അത് തങ്ങൾ അറിഞ്ഞില്ല, അറിയാതെ ചെയ്തു പോയതാണ് എന്നാണ്. സാർ, അതിലൊരു രാഷ്ട്രീയം നടക്കുന്നില്ലേ? ഈ വിജയുടെ സർക്കാരിന്റെ മേൽ ബി ജെ പിയുടെ കൈകടത്തൽ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു തലോടൽ വിജയ്ക്കുണ്ടോ? ഒരു ചെറിയ ചുവടുവെപ്പാണോ ബി ജെ പി അതിലൂടെ, വിജയിലൂടെ തമിഴ്നാട്ടിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്? തമിഴ്നാട്ടിൽ അധികാരത്തിൽ വന്ന തമിഴ് വെട്രി കഴകം TVK, അതിന്റെ നേതാവാണല്ലോ വിജയ്. അത് ആദ്യം തന്നെ ഞാൻ പല ചർച്ചകളിലും നമ്മുടെ ചാനലിൽ തന്നെയുള്ള ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദ്രാവിഡ പ്രസ്ഥാനത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് വിജയുടെ TVK. അത് ഇലക്ഷന്റെ സമയത്ത്, ഇതൊന്നും രഹസ്യമൊന്നുമല്ല, ഇലക്ഷന്റെ സമയത്ത് അദ്ദേഹം പരസ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇന്നലത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം, ആദ്യം വന്ദേമാതരം 6 സ്റ്റാൻസകളും കംപ്ലീറ്റ് ആയിട്ട് ആ ചടങ്ങിൽ പാടിയത്, അത് പിന്നീട് വിജയ് ഘടകകക്ഷികളുടെ സഹായമില്ലാതെ അദ്ദേഹത്തിന് ഇപ്പൊ ഭരിക്കാൻ പറ്റില്ല. CPI, അതുപോലെ തന്നെ പിന്നെ മറ്റൊരു തിരുമാവളവന്റെ പാർട്ടി ഉണ്ടല്ലോ, അവരെ പിന്നെ ലീഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഇവരുടെയൊക്കെ പല, പ്രത്യേകിച്ച് കോൺഗ്രസ്, CPM, ഏറ്റവും അധികം സമ്മർദ്ദം ചെലുത്തിയിരിക്കുന്നത് CPI ആണ്. CPI സംസ്ഥാന സെക്രട്ടറി ഇതിനകത്തില് വളരെ പരസ്യമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോ അവരുടെ എതിർപ്പിനെ തുടർന്ന് ഒരു വിശദീകരണം വിജയുടെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി നൽകി. അദ്ദേഹം പറഞ്ഞത് ഇത് ഗവർണറുടെ താല്പര്യ പ്രകാരവും മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ ഉത്തരവ് പ്രകാരവുമാണ് ഈ ഒരു ദേശീയ നാഷണൽ സോങ് എന്ന് പറയുന്ന വന്ദേമാതരം ഈ ചടങ്ങിന്റെ ആദ്യം മുഴുവൻ പാടിയത്. അത് തമിഴ് തായ് വാഴ്ത്ത് ആദ്യം പാടുക എന്നൊരു കീഴ്വഴക്കം തമിഴ്നാട്ടിലുണ്ട്. അത് അങ്ങനെ മനഃപൂർവ്വം ലംഘിച്ചതല്ല എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും അദ്ദേഹം ദ്രാവിഡ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഐഡന്റിറ്റി നിലനിർത്താൻ വിജയ് ശ്രമിക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് കൂടിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഇത് അത്ര കാര്യം അറിയാത്തവരൊന്നുമല്ല വിജയുടെ പാർട്ടിയിൽ. ഇപ്പൊ വിജയ് രാഷ്ട്രീയത്തിൽ പുതിയ ആയിരിക്കും, പക്ഷെ സെങ്കോട്ടിയനെ പോലെയുള്ള AIDMKയുടെ തലമുതിർന്ന നേതാവായിരുന്ന സെങ്കോട്ടിയൻ ഇപ്പൊ TVKയുടെ ഒരു മുതിർന്ന നേതാവാണ്. അപ്പൊ അദ്ദേഹത്തിനെ പോലുള്ള ആൾക്കാരെ വിജയ് എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിനെ പോലുള്ള ആൾക്കാരെ ആശ്രയിക്കാറുണ്ട്. അപ്പൊ അവരൊക്കെ അവരുടെ ഒരു സാന്നിധ്യത്തിൽ ഇത്തരം ഒരു തീരുമാനമെടുത്തതിന് തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട്. തമിഴ്നാട് രാഷ്ട്രീയം എങ്ങോട്ടാണ് മാറുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ സൂചനയാണിത്. എന്നോട് അയ്യപ്പദാസ് ചോദിച്ച പോലെ BJPയുടെ ഒരു തലോടലുണ്ടോ, BJPയുടെ ഒരു തൂവൽ സ്പർശം ഇതിലുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കത് പൂർണ്ണമായിട്ടും BJP ചില കാര്യങ്ങളിൽ വിജയുമായിട്ട് ഇന്ററാക്ഷൻ നടത്തുന്നുണ്ട് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ ഒരു പ്രവൃത്തി, ഈ ഒരു തീരുമാനം അത് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ്. എന്തായിരിക്കാം അതിന് തമിഴ്നാട്ടിൽ ഉണ്ടാകാൻ പോകുന്ന പ്രതികരണം? അത് കേവലം രാഷ്ട്രീയ പാർട്ടികൾ മാത്രമാണോ അതിനെ എതിർക്കുന്നത്, അതോ ജനങ്ങളുടെ ഇടയിൽ നിന്നും എന്തെങ്കിലും എതിർപ്പുണ്ടാകുമോ? ജനങ്ങളുടെ ഇടയിൽ നിന്നും എതിർപ്പുണ്ടാകുമായിരുന്നെങ്കിൽ അവിടെ ആ സത്യപ്രതിജ്ഞാ വേളയിൽ തന്നെ ആൾക്കാർ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയതിന്, കൂവി വിളിച്ചേരും. തമിഴന്മാര് എപ്പോഴും അവരുടെ വൈകാരിക പ്രതികരണങ്ങൾ നടത്തുന്ന ഒരു സമൂഹമാണ്. അപ്പം ഒരു കാര്യം അവിടെ വെച്ച് വ്യക്തമായി, തമിഴ് ജനത ഇതിനൊന്നും എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല. തമിഴ് ജനത ദേശീയ ബോധമുള്ളവരും ദേശീയ മുഖ്യധാരയിൽ നിൽക്കുന്നവരുമാണ് എന്നുള്ളതിന്റെ ഒരു തെളിവാണ് അവിടെ കണ്ടത്. ബാക്കിയുള്ളവരൊക്കെ എന്ത് വേണേലും പറഞ്ഞോട്ടെ, നേതാക്കന്മാര് പലരും പറയും. അതെന്താണെന്ന് വെച്ചാല് ഒരു പ്രാദേശികവാദത്തിലൂടെ ഊന്നിയ തമിഴ്നാട് ചിലരുടെ ആവശ്യമാണ്. തമിഴ്നാട് ഈ മുഖ്യധാര
ഭാരതത്തിന്റെ മുഖ്യധാരയിൽ അല്ല എന്ന് വരുത്തി തീർക്കേണ്ടത് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നിലനിൽപ്പിന്റെ ഭാഗമാണ്. പ്രത്യേകിച്ച് തീർച്ചയായിട്ടും സാർ, ഈ സി പി തീർച്ചയായിട്ടും. എമ്മിനും സി പി ഐക്കും ഒക്കെ പൈസ എല്ലാ വർഷവും ഡി എം കെ കൊടുക്കും. പണ്ട് അതെ, ഇതൊന്നും രഹസ്യമല്ല, 10 കോടി രൂപ സി പി എമ്മിന്റെ ഫണ്ട് ഇത് കൊടുത്ത കാര്യം അത് ഓപ്പൺ ആയിട്ടാണ് കൊടുത്തത്. അത് അതെ, ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നത് നമ്മൾ വായിച്ചതാണ്. അതെ, അപ്പോ അങ്ങനെയുള്ള ഇലക്ഷന് പോലും പിന്നെ ഡി എം കെയുടെ സഹായം ആവശ്യമുള്ള രാഷ്ട്രീയ പാർട്ടികളുണ്ട് തമിഴ്നാട്ടിൽ. അതെ, അതെ, സ്വാഭാവികമായിട്ടും അവര് ഡി എം കെയുടെ നയപരിപാടികളിൽ നിന്നും വ്യത്യസ്തമായ പരിപാടികളിലേക്ക് ഇപ്പോ ടി വിക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ ഒരു കൂറ് കാണിക്കേണ്ട എന്തെങ്കിലുമൊക്കെ ബാധ്യത ഉണ്ടാവും. കാരണം അതെ, ഇപ്പൊ സി പി ഐ ഡി എം കെ വിട്ട് ഇപ്പുറത്ത് എത്തിയെങ്കിലും ഞങ്ങൾ തൽക്കാലത്തെ ഒരു അവസ്ഥയിൽ ഇത് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ, എന്ന് വെച്ചിട്ട് നിങ്ങളോട് വിരോധമൊന്നുമില്ല, നാളെ നിങ്ങൾക്ക് ഇതുപോലൊരു ആവശ്യം വരികയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് നിൽക്കും എന്നൊക്കെ കൊടുക്കുന്ന ഒരു നിശബ്ദ സൂചനയാണ്. ഇംഗ്ലീഷിൽ അതിന് തീർച്ചയായിട്ടും സാർ, ഡോഗ് വിസിലിംഗ് തീർച്ചയായിട്ടും. എന്ന് പറയും. അതായത് നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് മനസ്സിലാവും, പക്ഷെ പുറത്തുള്ളവർക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല. അതിനാണ് അതുപോലെ സാർ, അതിനൊരു അതുപോലെ സാറ് സാധ്യതയുണ്ട്. പറഞ്ഞതുപോലെ അവരുടെ ഒരു അവർ ഇന്ന രാഷ്ട്രീയമാണെന്ന് പുറമെ കാണിക്കേണ്ടതും അവരുടെ ഒരു ആവശ്യമാണ്. അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അതായത് അവരുടെ ഒരു രാഷ്ട്രീയ ബോധം ഇതാണെന്നും രാഷ്ട്രീയ വീക്ഷണം ഇതാണെന്നും ഊന്നി പറയേണ്ട, അല്ലെങ്കിൽ പുറത്ത് ജനത്തെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാണിക്കാം. അത് തന്നെ സാർ, കറക്റ്റ്. ആവശ്യകത അതെ സാർ, ഒരു അതെ, അവർക്കുണ്ട്. അത് അവർ അതെ കാണിച്ചു. സാർ, അതെ സാർ, അപ്പോൾ ആദ്യമേ നമ്മൾ പറയുന്നുണ്ട്, അതായത് വിജയ് അധികാരത്തിലെത്തിയപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ആത്മീയതയിലൂന്നിയ ഒരു അതെ, മതനിരപേക്ഷതയാണ് ഞങ്ങൾ പിന്തുടരുന്നത്, തീർച്ചയായിട്ടും, ഒന്നാമത്തേത്. തീർച്ചയായിട്ടും, രണ്ടാമത്തേത് തീർച്ചയായിട്ടും. അദ്ദേഹം പറഞ്ഞു ഹിന്ദി വിരുദ്ധ കലാപങ്ങളും ഹിന്ദി നിർബന്ധമായിട്ട് പഠിക്കണമെന്നുള്ള ഇതും രണ്ടും രാഷ്ട്രീയ കാപട്യങ്ങളാണ്. ഇത് അതെ, രണ്ടും ജനങ്ങളെ തമ്മിൽ തല്ലിച്ച് രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഹിന്ദി പഠിക്കണം, ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു, മറ്റു ചിലര് ഹിന്ദി വിരുദ്ധരാകും, ഞങ്ങൾ രണ്ടിന്റെയും കൂടില്ല. ഇതൊക്കെ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു. അതെ സാർ, നിലപാടുകളാണ് ഒരു നേതാവിന്റെ രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്നത്. അല്ലാതെ തീർച്ചയായിട്ടും. നമ്മൾ പോയിട്ട് പിന്നെ ഇപ്പം കരുണാനിധിയുടെയോ അണ്ണാദുരയുടെയോ ഒക്കെ ഒരു ഫോട്ടോ വേദിയിൽ വെച്ചാലോ അല്ലെങ്കിൽ അവരെ വണങ്ങുന്നതൊന്നും ഒരു തെറ്റല്ല. കാരണം മുതിർന്ന നേതാക്കന്മാരെന്നുള്ള നിലയിൽ അവരെ ബഹുമാനിക്കേണ്ടത് അത് രാഷ്ട്രീയമൊന്നുമില്ല അതിനകത്ത്. തീർച്ചയായിട്ടും. പക്ഷേ അവരുടെ നയപരിപാടികൾ നമ്മളുടേതല്ല. അവരുടെ നയപരിപാടികൾ അവരുടേതാണ്, നമ്മുടെ നയപരിപാടികൾ നമ്മുടേതാണ്. നമ്മുടേത് അതിൽ നിന്നും വ്യത്യസ്തമാണ്. ഇതാണ് വിജയുടെ രാഷ്ട്രീയം തമിഴ്നാട്ടിൽ. പിന്നെ ഞാൻ അത് ആലോചിക്കുന്നത്, അദ്ദേഹം വളരെ വ്യത്യസ്തമായ രാഷ്ട്രീയ പരിപാടികളും വ്യത്യസ്തമായ രാഷ്ട്രീയ ഐഡന്റിറ്റിയും ക്രിയേറ്റ് ചെയ്യുക. അതെ, അതെന്തിനാണെന്ന് വെച്ചാൽ പിന്നെ തമിഴ്നാട്ടിൽ കാലാകാലങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരുന്നത്, ഒരു തവണ ഡി എം കെ ഭരിച്ചാൽ അടുത്ത തവണ എ ഡി എം കെ, അതെ, വീണ്ടും അടുത്ത തവണ ഡി എം കെ. അതിന് ഒരു അതെ, വ്യത്യസ്തനായിരുന്നത്, ഒരിക്കൽ എം ജി ആർ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിന് അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ പറ്റിയിരുന്നില്ല. മൂന്നാമത്തെ അതെ, തവണയും അദ്ദേഹം ജയിച്ചിരുന്നു തുടർച്ചയായിട്ട്. അതെ, അതെ, ജയലളിത അതുപോലെ എനിക്ക് തോന്നുന്നു 2 തവണ ജയിച്ചിട്ടുണ്ട്. അതെ, അതെ, പക്ഷെ സാധാരണയല്ലത്. അവിടെ മൊത്തത്തിലുള്ള ട്രെൻഡ് എടുത്ത് നോക്കിയാൽ പണ്ട് കേരളത്തിലെ എൽ ഡി എഫ് ഒരു തവണ, യു ഡി എഫ് അടുത്ത തവണ, ആ അതെ, രീതിയിൽ അതെ, ഈ മാറി മാറി വരുന്ന ഭരണങ്ങളായി. അതെ, അതെ, അപ്പൊ വിജയ് അത്തരം ഒരു രാഷ്ട്രീയമല്ല പിന്തുടരുന്നത്. തീർച്ചയായിട്ടും. വിജയ് ഡി എം കെ തിരിച്ചു വരാൻ വിജയ് ആഗ്രഹിക്കുന്നില്ല. വിജയ് മാതൃകയാക്കുന്നത് എം ജി ആറിന്റെ തുടർച്ചയായ ഭരണം, എം ജി ആർ സർക്കാർ നടത്തിയ തുടർച്ചയായ ഭരണം. അവസാനം കരുണാനിധി അന്ന് രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ മടുത്തിരുന്നു. കാരണം അദ്ദേഹത്തിന് പല തന്ത്രങ്ങൾ, ആദ്യം അദ്ദേഹം എം ജി ആർ മലയാളിയാണെന്നൊക്കെയുള്ള വലിയ പ്രചാരണം നടത്തി. അതെ, അപ്പൊ അത് തമിഴ്നാട്ടിലെ ജനത വലുതായിട്ടൊന്നും പിന്നെ ഏറ്റെടുത്തില്ല. അത് അതെ, പിന്നെ പുള്ളി അതങ്ങ് ഉപേക്ഷിച്ചു. പിന്നെ പുള്ളി മറ്റു പല പിന്നെ പ്രചരണങ്ങൾ നടത്തി. അവസാനം കരുണാനിധി ഏതാണ്ട് പിന്നെ എന്താണ് ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഒരു പിന്നെ അവസ്ഥയിലെത്തി. അദ്ദേഹത്തിന് എന്ത് അതെ, ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത, അതെ, ഇതികർത്തവ്യത മൂഢനായിട്ടിരിക്കുന്ന ഒരു കരുണാനിധിയുടെ ഒരു കാലം ഉണ്ടായിരുന്നു 1980-കളിൽ. തീർച്ചയായിട്ടും. പിന്നീടാണ് എം ജി ആറിന്റെ മരണത്തിന് ശേഷമാണ് അദ്ദേഹം വീണ്ടും രാഷ്ട്രീയത്തില് വീണ്ടും അതെ, അതെ, തിരിച്ചു വന്നത്. അതെ, അപ്പൊ അത്തരം ഒരു രാഷ്ട്രീയം സംവിധാനം തമിഴ്നാട്ടിൽ കൊണ്ടുവരാൻ വേണ്ടി വിജയ് ലക്ഷ്യമിടുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി വിട്ടിട്ട് ഒരു കളിയില്ല. അതെ, അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് താന് ഒരു നേതാവാണ്, തന്റെ രാഷ്ട്രീയമാണ് ഇനി ഇവിടെ നടക്കുന്നത്, അല്ലാതെ മറ്റൊരാളുടെ രാഷ്ട്രീയം. ഇത് വിജയ് ഒരിക്കൽ അദ്ദേഹത്തിന്റെ പിതാവിനോട് തന്നെ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് ചില കാര്യങ്ങളിൽ അഭിപ്രായ പ്രകടനം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് പിന്നെ വിജയ് എന്ന എന്റെ രാഷ്ട്രീയമാണ്, ഇതിൽ എന്റെ അച്ഛനായ ചന്ദ്രശേഖരന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല എന്ന് തന്നെ അച്ഛനോട് പോലും വളരെ കൃത്യമായിട്ട് ഈ ടി വി കെയുടെ തുടക്കഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. ഇത് ഒരു പക്ഷേ സാർ, നമ്മൾ ഇതിന്റെ അതിന് ഒരു ചുരുക്കെടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ
നമ്മൾ ഇതിന്റെ നമ്മുടെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഇതിൽ നമുക്ക് പറഞ്ഞു വെക്കേണ്ട ഒരു കാര്യം, സാർ പറഞ്ഞ ആ കാര്യം തന്നെ അതിലേക്ക് തന്നെ ഞാൻ പോവുകയാണ്. അതായത് ബി ജെ പിയുടെ ഒരു തലോടൽ, ബി ജെ പിയുടെ ഒരു അറിഞ്ഞോ അറിയാതെയോ ഉള്ള ഒരു അതെ, വിജയോട് ഒരു താല്പര്യം ഉണ്ട്. കാര്യം അണ്ണാമലയെ കൊണ്ടുവന്ന് അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മറിച്ച് അണ്ണാമലയെ കൊണ്ടുവരാതെ തന്നെ അണ്ണാമലയ്ക്ക് ജനങ്ങളുമായി മിങ്കിൾ ചെയ്യുന്ന ഒരു IPS ഉദ്യോഗസ്ഥനായിരുന്നു. അതിന് അദ്ദേഹം ശരിക്കും ജനങ്ങളിലേക്ക് സമ്പർക്കം അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ നടത്താൻ കഴിഞ്ഞില്ല. മറിച്ച് പതിയെ വിജയിലൂടെ BJPക്ക് തമിഴ്നാട്ടിൽ ഒരു വേരോട്ടം ഉണ്ടാകാൻ കഴിയും എന്ന് തന്നെ താങ്കൾ കരുതുന്നുണ്ടോ? രണ്ടാമതൊരു ചോദ്യം കൂടെ, നമ്മൾ പലപ്പോഴും സംസാരിച്ചു പോയിട്ടുള്ള പോലെ പിന്നെ DMKയുടെ ഭരണകാലത്ത് പ്രത്യേകിച്ച് പ്രാർത്ഥനാ സ്വാതന്ത്ര്യം അങ്ങനെ മറ്റു പല കാര്യങ്ങളിലും ഇടപെട്ടിരുന്ന പാർട്ടി, അതായത് ഹിന്ദു സമൂഹത്തിന് എതിരായി നിന്ന ഒരു പാർട്ടിയായിരുന്നു DMK. അതിൽ നിന്നെല്ലാം ഒരു മാറ്റം ഈ ഭരണത്തിൽ ഉണ്ടാകുമോ? അതുകൂടെ, അതായത് വിജയിൽ എന്താണ് സാർ അവിടെ ഹിന്ദു സമൂഹം കാണുന്ന ഒരു പ്രതീക്ഷ, അതുകൂടെ ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് BJP. അതെ സാർ, പറയണം. വിജയിയെ കുറിച്ച് അദ്ദേഹം ഒരു ക്രിപ്റ്റോ ക്രിസ്ത്യൻ ആണെന്നും അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു പെന്തക്കോസ്തുകാരുടെ ഒരു പ്രതിനിധിയാണെന്നും ഒക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ അത് കാലം തെളിയിക്കട്ടെ, ഞാൻ അതിലേക്ക് തൽക്കാലം പോകുന്നില്ല. പക്ഷേ ഇതുവരെ അദ്ദേഹം എടുത്ത നിലപാടുകൾ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു ഹിന്ദു വിരുദ്ധ നിലപാടുകൾ ഇതുവരെ അദ്ദേഹം കൈക്കൊണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആരാണ് അദ്ദേഹത്തിന്റെ പിന്നിലെങ്കിലും ഒരുപക്ഷെ രാഷ്ട്രീയ നേട്ടത്തിനായിരിക്കാം, എന്നിരുന്നാലും അദ്ദേഹം അങ്ങനെ ഒരു നിലപാടെടുത്തെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം അണ്ണാമല തമിഴ് രാഷ്ട്രീയത്തിൽ ഒരു വേറിട്ട വ്യക്തിത്വം സൃഷ്ടിച്ച് ഒരു ദ്രാവിഡേതര പ്രസ്ഥാനത്തിന് അവിടെ നിലനിൽക്കാൻ പറ്റും എന്ന് തെളിയിക്കാൻ ശ്രമിച്ചു. അത് തന്നെയാണ് വിജയ് നടത്തുന്നത്. ഒരുപക്ഷെ ഞാൻ അണ്ണാമലയുടെ കാര്യത്തില് അദ്ദേഹം ഒരു വലിയ മുന്നേറ്റം നടത്തിയിരുന്നു. പക്ഷേ ഈ ദ്രാവിഡ പ്രസ്ഥാനങ്ങളെ കസേരയിൽ നിന്ന് മാറ്റി അവിടെ BJPയെ കയറി പ്രതിഷ്ഠിക്കാനുള്ള ഒരു കരുത്ത് അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. ഒരുപക്ഷെ ഒറ്റയടിക്ക് അത് ചെയ്യാൻ വിജയ്ക്ക് കഴിയും എന്നുള്ള സൂചനകളായിരിക്കാം BJP തൽക്കാലം അണ്ണാമലയെ പിൻവലിച്ചത്. എൻ്റെ ഒരു വിലയിരുത്തലിൽ തമിഴ് രാഷ്ട്രീയം ദ്രാവിഡത്തിൽ നിന്നും ദ്രാവിഡ രാഷ്ട്രീയ പാരമ്പര്യത്തിൽ നിന്നും അകന്ന് കഴിയുമ്പോൾ ആ ചുമതല വിജയ് ചെയ്തോളൂ. അത് കഴിയുമ്പോൾ വീണ്ടും അണ്ണാമല തമിഴ് രാഷ്ട്രീയത്തിൽ BJP തിരികെ കൊണ്ടുവരും. അപ്പോൾ അതൊരു ഹിന്ദു മുന്നേറ്റത്തിലേക്ക് ഒരു പടിയും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ അണ്ണാമലയ്ക്ക് കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. വിജയ് തൽക്കാലം ഒരു ഹിന്ദു വിരുദ്ധ നിലപാടിലേക്ക് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം ക്ഷേത്രങ്ങളൊക്കെ തന്നെ സന്ദർശിച്ചിരുന്നു. വളരെ കൃത്യമായ നിലപാടാണ്. തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ ചെന്ന് ഞാൻ സനാതന ധർമ്മത്തെ ബഹുമാനിക്കുന്നു, അതിൽ വിശ്വസിക്കുന്നു എന്ന് എഴുതി കൊടുത്ത വ്യക്തിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ നമുക്ക് തൽക്കാലം എതിരഭിപ്രായങ്ങൾ, പലരും ഉന്നയിക്കുന്ന സംശയങ്ങൾ തൽക്കാലം ഞാൻ മറുപടി പറയുന്നില്ല. സംശയങ്ങൾ ശരിയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവരോടൊപ്പം ചേരാം. അതല്ലെങ്കിൽ നമ്മൾ തൽക്കാലം സംശയിക്കേണ്ട കാര്യമില്ല. കുറച്ചുകൂടി ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിന് BJPക്ക് അരങ്ങൊരുക്കുകയാണ് അവിടെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ കർമ്മ പരിപാടികളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അദ്ദേഹത്തെ വിലയിരുത്താമെന്നാണ് ഞാൻ പറയുന്നത്. കൂടുതൽ കൃത്യമായി ഈ പറയുന്ന പോലെ സൂചനകൾ ഇതുവരെ അദ്ദേഹം പല സൂചനകളും നൽകിയത് നിലവിലുള്ള ഈ പിന്നെ തമിഴ്നാട്ടിൽ നിലനിൽക്കുന്ന ഹിന്ദുവിരുദ്ധ രാഷ്ട്രീയത്തിന്റെ കൂടെ അല്ല താൻ എന്ന് തന്നെയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെയും എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.